അപ്പോൾ കാസർഗോഡ് സമ്മേളനം ഇന്ന് രണ്ടാം ദിനമാണ്. അവിടെ ഇന്നലെ ഗ്രൂപ്പ് ചർച്ചയൊക്കെ കഴിഞ്ഞു. കാസർഗോഡേക്ക് പൊതുചർച്ച പൊതുചർച്ച തുടങ്ങിയിരിക്കുകയാണ്. സിജു, പുലിയെ പിടിച്ചിട്ട് നേരെ സമ്മേളന നഗരിയിലേക്കല്ലേ? ഒന്നുമില്ല, അവിടെ ക്യാമറ ഒന്ന് ഫ്രെയിം മാറ്റി പിടിച്ചതാണ്. അവിടെ തന്നെ ഉണ്ട്, സിജു അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ രണ്ടാം ദിനം പൊതുചർച്ച തുടരും അല്ലേ? ശരത്ത്, കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച കാസർഗോഡ് CPM സമ്മേളനം രണ്ടാം ദിനവും പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ സമ്മേളന നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ച കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം പൊതുചർച്ച ആരംഭിച്ചു. ഇന്നലെ 2 മണിക്കൂർ നേരമാണ് പൊതുചർച്ച ഉണ്ടായിരുന്നത്. ഇന്ന് 3 മണിക്കൂർ നേരം പൊതുചർച്ചയുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പൊതുചർച്ച പൂർത്തിയാക്കിയതിനു ശേഷം ഈ വിഷയത്തിൽ പ്രവർത്തന റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങളിലെല്ലാം തന്നെ മറുപടി നൽകും. സംഘടനാ റിപ്പോർട്ടിന്മേൽ A വിജയരാഘവൻ മറുപടി നൽകും. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ബാലകൃഷ്ണൻ മാസ്റ്റർ മറുപടി നൽകും. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നടപടിക്രമമായി ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ സമ്മേളനം പാസ്സാക്കിയിട്ടുണ്ട്. ഒന്ന്, നരേന്ദ്രമോദി സർക്കാർ കേരളത്തോട് തുടരുന്ന അവഗണന. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനൊപ്പം എല്ലാവരും അണിചേരണമെന്നാണ് ഒരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ പക്ഷപാതപരമായി ഈ വിഷയത്തിൽ ഇടപെടുന്നു. കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയുമായി ബന്ധപ്പെട്ട് നടത്തുന്നില്ല എന്നൊരു വിമർശനം കൂടി ഈ പ്രമേയത്തിൽ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വന്യമൃഗശല്യമാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ പുലിശല്യം നമ്മൾ കണ്ടതാണ് ഈ പ്രദേശത്തെ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്ന ഒരു പ്രമേയമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജനങ്ങൾ വലിയ തോതിൽ ആശങ്കപ്പെടുന്നു. ജനങ്ങൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ട് നേരിടുന്നു. ഈ സാഹചര്യത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്നാണ് മറ്റൊരു പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പ്രമേയം കാസർഗോഡ് ജില്ലയിലെ വൈദ്യുതി വികസനം ത്വരിതപ്പെടുത്തുക എന്നുള്ള പ്രമേയമാണ്. വൈദ്യുതി വികസനം ത്വരിതപ്പെടുത്തിക്കൊണ്ട് ജില്ലയിൽ അടിയന്തരമായി പൂർത്തീകരിക്കേണ്ട ട്രാൻസ്മിഷൻ വിതരണ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക. കുറ്റിക്കോൽ 110 സബ്സ്റ്റേഷൻ, നീലേശ്വരം 33 സബ്സ്റ്റേഷൻ തുടങ്ങിയ സബ്സ്റ്റേഷന്റെ പ്രവൃത്തികൾ ഉൾപ്പെടെ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങളായി കാസർഗോഡിന്റെ ഒരു ആവശ്യമാണ് കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത. വർഷങ്ങളായുള്ള ഈ ആവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല. കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണം. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തണമെന്നൊരാവശ്യമാണ് എന്തായാലും ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും രണ്ടാം ദിവസം പൊതുചർച്ചയാണ് തുടരുക. അതിനുശേഷം വ്യക്തമാണ്, അതായത് അവിടെ അവതരിപ്പിക്കപ്പെട്ട പാസാക്കിയ പ്രമേയങ്ങൾ, അതുപോലെ അവിടെ നടന്നു വരുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതെല്ലാമാണ് ഇപ്പോൾ സിജു സമഗ്രമായി നമുക്ക് പങ്കുവച്ചത്. ഓക്കെ, താങ്ക് യു സിജു. വീണ്ടും ഒരു താങ്ക് യു. അതെ.